കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റാരോപിതരായ അധ്യാപകർ ഡോക്ടർ എം കെ റാമും ഡോക്ടർ സംഗീത നമ്പ്യാരും മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ആത്മഹത്യയിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും ലോൺ ആപ്പിൽ നിന്നുള്ള ഭീഷണിയാകാം നിതിൻ രാജിന്റെ മരണത്തിലേക്ക് നയിച്ചത് എന്നുമാണ് തലശ്ശേരി സെഷൻസ് കോടതിയിൽ നൽകിയ അപേക്ഷയിൽ അധ്യാപകരുടെ വാദം. സംഭവത്തിൽ ലോൺ ആപ്പിനെതിരെ ചക്കരക്കൽ പോലീസ് കേസെടുത്തു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയതിന് പിന്നാലെ ഒളിവിൽ പോയ അധ്യാപകർ വെവ്വേറെ അഭിഭാഷകർ മുഖേനയാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. സംഭവം നടന്ന ഏപ്രിൽ 10 രാവിലെ മുതൽ ഉച്ചയ്ക്ക് 12 മണിവരെ പ്രിൻസിപ്പലിന്റെ ചേംബറിലായിരുന്നു വിദ്യാർത്ഥി ഉണ്ടായിരുന്നത്. ഈ സമയം താൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് ഡോക്ടർ റാമിന്റെ വാദം. അധ്യാപികയായ ഡോക്ടർ ലതാ ശശിധരന്റെ നമ്പർ ലോൺ ആപ്പുകാർക്ക് നൽകിയത് നിതിനായിരുന്നു. ഇതിന് പിന്നാലെ അധ്യാപികയ്ക്ക് നിരന്തരം ഭീഷണി സന്ദേശങ്ങളും കോളുകളും ലഭിച്ചു. ഇതിനെക്കുറിച്ച് സംസാരിക്കാനാണ് നിതിനെ പ്രിൻസിപ്പലിന്റെ ചേംബറിലേക്ക് വിളിച്ചു വരുത്തിയത്. അധ്യാപിക പരാതി നൽകാൻ ഒരുങ്ങിയതിലുള്ള ഭയമാകാം ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ഡോക്ടർ റാമിന്റെ വാദം. 17 വർഷമായി ഇതേ കോളേജിലെ അധ്യാപകനാണ് താനെന്നും കർണാടകയിൽ ജനിച്ചു വളർന്ന താനും ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളാണെന്നും അദ്ദേഹം അപേക്ഷയിൽ പറയുന്നു. നിതിനെ അവസാനമായി കണ്ടത് മാർച്ച് മാസത്തിലാണെന്നും മരണത്തിൽ പങ്കില്ലെന്നും ഡോക്ടർ റാം പറയുന്നു. സംഭവം നടന്ന ദിവസം താൻ മംഗലാപുരത്തായിരുന്നുവെന്നും വിദ്യാർത്ഥി തന്നോട് സ്നേഹപൂർവ്വമാണ് പെരുമാറിയിരുന്നതെന്നുമാണ് ഡോക്ടർ സംഗീതയുടെ വാദം. ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഏകപക്ഷീയമായാണ് കേസെടുത്തതെന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നു. അതിനിടെ നിതിൻ രാജിനെ ഭയപ്പെടുത്തി പണം തിരിച്ചടയ്ക്കാൻ പ്രേരിപ്പിച്ചുവെന്ന പരാതിയിൽ ഇൻസ്റ്റാപ്പ എന്ന ആപ്പിനെതിരെ ചക്കരക്കൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആരോഗ്യ സർവകലാശാല അന്വേഷണ സമിതിയുടെ തെളിവെടുപ്പ് കോളേജിൽ തുടരുകയാണ്. 1ാം വർഷ BDS വിദ്യാർത്ഥികളുടെ മൊഴി സമിതി രേഖപ്പെടുത്തി. അതേസമയം നിതിൻ രാജിന്റെ മരണത്തിന് കാരണക്കാരായ അധ്യാപകരുടെ അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധിച്ച് AISF, BSP, SNDP, ദളിത് ഫെഡറേഷൻ തുടങ്ങിയ സംഘടനകളുടെ പ്രതിഷേധ മാർച്ച് നടന്നു. SFIക്ക് പിന്നാലെ KSUവും കോളേജിൽ യൂണിറ്റ് രൂപീകരിച്ചു. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.